ഹലോ. വാ. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഓ സുഖായിരുന്നു. നല്ല. വാ, മുകളിലേക്ക് പോവാം. ഇതാ റൂം. ആ ശരി. നീ ഒന്ന് ഫ്രഷ് ആവ്, ഞാൻ ചായ എടുക്കട്ടെ. മോശമല്ലാത്ത ആംബിയൻസ് ഉണ്ടല്ലോ ഇവിടെ. എന്നിട്ടും ഇവളെന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ശരി, ഏതായാലും 2-3 ദിവസം ഇവിടെ താമസിച്ചിട്ട് മടങ്ങാം. രവീണ, ചായ. നീ ഇപ്പോഴും ആഗമനോദ്ദേശം പറഞ്ഞിട്ടില്ല കേട്ടോ. പതിവ് പോലെ നോവൽ എഴുത്തിനൊരു ഇടം അന്വേഷിച്ച് സ്വസ്ഥത തേടിയുള്ളൊരു യാത്ര അല്ലേ? ആണെന്ന് വെച്ചോ. ഞാൻ ഫുഡിനുള്ള ഏർപ്പാട് നോക്കട്ടെ. ഇന്റർവ്യൂലൊക്കെ പറയുന്ന പോലെ വെജിറ്റേറിയൻ തന്നെ അല്ലേ? യെസ്, നീയും അങ്ങനെ തന്നെയാണല്ലോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ പാവന ശിവഗംഗ മൗലിയിലണിയും പരമേശ്വര നിത്യ കരുണാമയ ഇഴിനീർധാരയായി നേദിക്കുമടിയന്റെ സോപാന സംഗീതം കേൾക്കുകില്ലേ? സോപാന സംഗീതം കേൾക്കുകില്ലേ? എടി, ഭയങ്കര ശബ്ദത്തിലാണല്ലോ പാട്ട്. കുറെ നേരം ഉണ്ടാവോ? 1 മണിക്കൂർ. എന്നും ഇങ്ങനെയാണോ? 19 വർഷമായി. അതായത് കല്യാണം കഴിച്ചു വന്ന അന്ന് മുതൽ ഇത് തന്നെയാണ് അവസ്ഥ. മക്കളൊക്കെ? പരീക്ഷകാലമായാല് കുട്ടികളൊക്കെ ദൂരെയുള്ള നമ്മുടെ തറവാട്ടിലേക്ക് പോകും. ഹസ്ബൻഡ്? മാർച്ച് മാസമല്ലേ, ഓഫീസിലെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അവരും അവിടെ. അതെന്താ? ഇത് തന്നെ കാര്യം. ഇന്നും അവർക്കൊന്നും ഈ ശബ്ദ കോലാഹലങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഈ ഗ്ലാസ് ഡോറുകളൊന്നും ഫിറ്റ് ചെയ്തിട്ട് ശബ്ദത്തിനൊന്നും ഒരു കുറവുമില്ല. മികച്ച ആംബിയൻസ് എന്നത് ഞാൻ തിരിച്ചെടുക്കുന്നു. ഇത്രയും കാലം ജീവിച്ചോ നീ ഈ ബഹളത്തിനിടയിൽ? നാളെ ഞായറാഴ്ച രാവിലെ നിനക്ക് കേൾക്കാം ഞായറാഴ്ച കുർബാനേന്റെ ശബ്ദം. വയലുള്ളപ്പ പള്ളിയും, വിശേഷ ദിവസം അമ്പലത്തിൽ നിന്ന്. ചിലപ്പോൾ ആഴ്ചകളോളം ഉണ്ടാകും. ഒരു വരി പോലും വായിക്കാൻ ഏകാഗ്രത കിട്ടുന്നില്ല, എഴുതാനും. അതല്ല എൻ്റെ ഭർത്താവും മക്കളും ഇവിടുന്ന് മാറി താമസിക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കാൻ മോഹമുണ്ട്. പക്ഷെ ഇവിടുത്തെ ബഹളം കാരണം മൂപ്പർക്ക് ഉറക്കം കിട്ടൂല. പുറത്താരോടും പറയാൻ പറ്റൂല. പറഞ്ഞാൽ നമ്മൾ ദൈവനിഷേധികളാ. ചുറ്റുമുള്ള വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ലേ? പ്രശ്നമെല്ലാം ഉണ്ട്. എല്ലാവരുടെ അകത്തളങ്ങളിലെ ദൈവസ്തുതിഗീതങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനേ പറ്റുന്നുള്ളൂ. അവരും പ്രതികരണശേഷിയില്ലാത്തവരായിട്ട് ഈ ജന്മം സഹിച്ചു തീർക്കുന്നു.
ഞാൻ വിചാരിച്ച് കർത്താവ് കുറച്ച് ഡീസൻ്റ് ആയിരിക്കുന്നു. ഭയങ്കര ബഹളം തന്നെ. നിഷേ, ഞാനൊരു കാര്യം പറയട്ടെ. പറയ്. നീ ഇവിടെ ഏതായാലും ഒറ്റയ്ക്കല്ലേ? ഈ ഞായറാഴ്ച കുർബാന ശബ്ദം ഉയരുന്നതിന് മുമ്പ് നമുക്കൊരു യാത്ര പോയാലോ? കുന്നിൻ മുകളിലേക്കോ പുഴക്കരയിലേക്കോ? അതൊരു ഐഡിയ. നോക്കാം. ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് പുസ്തകങ്ങൾ എടുത്താ ഞാൻ വന്നത്. എന്തെങ്കിലും ഇരുന്ന് വായിക്കാമെന്ന് കരുതി. ഞാനിപ്പോ വേറൊരു മൂഡിലാ. എഴുത്തു വരുന്നു. എന്താ ടോപ്പിക്ക്? സൈലൻസ്. സൈലൻസ്. സൈലൻസ് ഭൂമിയിൽ ഏതൊരു മനുഷ്യനും അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ മറ്റൊരാൾക്കും നിഷേധിക്കാനാവാത്ത വിലപിടിച്ച ഒന്ന്. എത്ര കാലമായി ഇതൊക്കെ മുടങ്ങിയിട്ടെന്നറിയോ?